കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാരും ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് മണ്ടത്തരമായെന്ന് ചിന്തിക്കില്ല. ഒത്തിരി പേര് പറയില്ലേ, പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ മണ്ടത്തരമായിപ്പോയി, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയെന്ന് ചിന്തിക്കില്ലേ? ഒരിക്കലും ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഉത്തരം കിട്ടിയില്ലേലും അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെന്നല്ല. ഒന്നും കൂടെ പറയാം, നമ്മളിപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു, ഇതാ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല, അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടില്ലെന്നല്ല. ഓരോന്നിനും ദൈവം ഇടപെടുന്നത് ഓരോ സമയത്തായിരിക്കും. ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം ചിലപ്പോൾ കിട്ടുന്നത് 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം ചിലപ്പോൾ വരുന്നത് 22 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇന്ന് രാത്രി കിട്ടും, ചിലത് 2 ദിവസം കഴിയുമ്പോൾ കിട്ടും, ചിലത് 9 ദിവസം പ്രാർത്ഥിച്ചാൽ കിട്ടും, ചിലത് 21 ദിവസം പ്രാർത്ഥിച്ചാൽ കിട്ടും, ചിലത് വർഷങ്ങൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ കിട്ടുന്നത് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഇന്നലകളിലെ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി ഇന്നലെ പറഞ്ഞതിൻ്റെ വിഷയത്തോട് ചേർത്ത് തന്നെയാണ് ഇത് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം, ഇത് മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. ഈ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ജീവിതം പിടിച്ചു കയറാൻ. ഈ ഒരൊറ്റ കാര്യം, അമ്മയുടെ പ്രാർത്ഥന. ഈ അമ്മയുടെ പ്രത്യേകത, ഈ അമ്മ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണ് എഴുതിയിട്ടുണ്ട്? സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ അമ്മ. ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ അമ്മ ഒരു ദിവസം ഈശോയെ കാണാൻ വേണ്ടി ഈശോയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഈ അമ്മ ചെല്ലുമ്പോൾ അമ്മയുടെ മകള് കൂടെയില്ല. മകള് വീട്ടിൽ രോഗിയായിട്ട് കിടക്കുവാണ്. ഒന്ന് ശ്രദ്ധിച്ച്, രോഗിയായ മകളെ വീട്ടിൽ കിടത്തിയിട്ട് ഈ അമ്മ ആ സങ്കടം എടുത്തോണ്ട് ഈശോയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കൊച്ചുമകളുണ്ട്, അവൾ രോഗിയായി കിടക്കുവാണ്, സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈശോ തിരിച്ചു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ നമുക്ക് തോന്നും, എന്താ ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യം പറഞ്ഞെന്ന്, ഉത്തരം പറഞ്ഞെന്ന്. ആ സ്ത്രീ തിരിച്ചു പറഞ്ഞു, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ എന്ന്. അടുത്ത വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 29-ാമത്തെ വചനം, അവൻ അവളോട് പറഞ്ഞു, ഈ ഒരൊറ്റ വാക്കുമൂലം നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം വലുതാണ്. നീ വീട്ടിൽ ചെല്ലുമ്പോൾ പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നത് കാണും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ മകൾക്ക് ഇത്ര വലിയ അനുഗ്രഹം കിട്ടാൻ കാരണമായത് ആരുടെ പ്രാർത്ഥനയാ? അമ്മയുടെ പ്രാർത്ഥന. ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഈ അമ്മ ആ വീട്ടിൽ തന്നെ പുതപ്പ് മൂടിയിരുന്നായിരുന്നെങ്കിൽ വല്ല അനുഗ്രഹം മക്കൾക്ക് വരുമായിരുന്നോ? ഈ അമ്മ അതും ഇതുമൊക്കെ പറഞ്ഞ് ഉള്ളതിനെ ഓർത്ത് പഴിച്ചും പ്രാഗിയും കുറ്റവും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോട് വിഷമം പറഞ്ഞ് ആ ഒരു ചുറ്റുവട്ടത്തിൽ വട്ടം കറങ്ങിയായിരുന്നെങ്കിൽ ഈ അനുഗ്രഹം ഈ മകൾക്ക് കിട്ടുമായിരുന്നില്ല. ഈ അമ്മ ചെയ്തൊരു നല്ല കാര്യമാണ്. മകൾക്കൊരു വിഷമമുണ്ട്, അവൾ ഒരു വലിയ ബന്ധനത്തിലാണെന്നുള്ള വിവരം ഈശോയുടെ അടുത്തേക്ക് ചെന്ന് അവൾ ഈശോയോട് പറഞ്ഞു. ഇങ്ങനെയുള്ള അമ്മമാരാണ് കുടുംബത്തിന്റെ അനുഗ്രഹമുള്ള അമ്മമാര്. അമ്മമാരുടെ പ്രത്യേകത നോക്കിക്കേ, അമ്മയാണ് ഈശോയുടെ അടുത്ത് ചെന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യങ്ങളുടെ ഭാഗ്യമാണ്. ഏറ്റവും വലിയ ഭാഗ്യം. മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി നിൽക്കുന്ന മകൻ ബാംഗ്ലൂർ അമ്മേനെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചിരിക്കുക. കൊച്ചിനെ നോക്കാനല്ല, കൊച്ചിനെ നോക്കാനവിടെ വേലക്കാരി ഉണ്ട്. പക്ഷെ ആ മകൻ പറയാണ്, ഡോക്ടറായ മകൻ പറയാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്ന്. അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിലയറിഞ്ഞ മകൻ, ഡോക്ടറായ മകൻ. സാധാരണ മക്കൾ ചിലപ്പോൾ കൊച്ചിനെ നോക്കാനൊക്കെ അമ്മേനെ കൊണ്ട് നിർത്തും, കൊച്ചിനെ നോക്കാനല്ല. അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളുടെ മക്കളും കണ്ടു പഠിക്കണം. ബാംഗ്ലൂർ ക്രൈസ്റ്റ് സ്കൂളിലാണ് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചാണ്. ആ കൊച്ചിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതും ഈ അമ്മയാണ്. ഈ മകൻ പറയുകയാണ്, ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെന്നുള്ളതാണ്. മുമ്പേ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ടെന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം 10 നിലയുള്ളൊരു വീടുണ്ട്, 25 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടെന്നുള്ളതല്ല, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അമ്മ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ പ്രാർത്ഥിക്കുന്ന ഈ അമ്മ മക്കളുടെ ജീവിതത്തിൽ എന്തേരെ വലിയ അനുഗ്രഹമാ കൊണ്ടുവന്നേ. ഈ അമ്മയുടെ ഒറ്റ വിശ്വാസം മകളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട്. നമ്മുടെ പ്രാർത്ഥന രൂപാന്തരപ്പെടുത്താൻ ശക്തിയുള്ളതാണ്. ഏത് ഡിസോർഡറിനെയും ഓർഡർ ആക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്കും നിങ്ങളോട് പറയാൻ പറ്റും, ദൈവത്തിൻ്റെ വചനം പറയുന്ന എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ മൈക്കൊക്കെ പിടിച്ച് ദൈവവചനമൊക്കെ തുറന്നു വച്ച് ഇങ്ങനെ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെയും ഈ താഴെ വച്ചിരിക്കുന്ന ഫ്ലക്സിൽ എൻ്റെ ഒരു പടമൊക്കെ വച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ പേരറിയാനൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത് എൻ്റെ ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ 1000 ഇരട്ടി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാധാരണ പോലെ പ്രാർത്ഥിച്ചതാണെന്ന്. അല്ല, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉണ്ടായ കാലം മുതൽ സങ്കടങ്ങളുടെ കൂട്ടിൽ, സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും ഒരു വലിയ വെള്ളത്തിൻ്റെ കുഴിയിൽ കടന്നു മാത്രം കണ്ണുനീരും സങ്കടവും ഭക്ഷണമില്ലാത്ത അവസ്ഥയും വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യവും എല്ലാം കണ്ട് പോയി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പോയി ചത്തുകൂടേടാ നിനക്ക്, പോയി ചത്തുകൂടെ എന്ന് വരെ ചോദിച്ചിട്ട് ആൾക്കാരുണ്ട്. ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും ഒക്കെ താമസിച്ച സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ അമ്മ ഒന്നുമില്ലായ്മയുടെ സമയത്ത് ആകെ ഒരു വീടും അതിനകത്തൊരു മുറിയും ഒരു അടുക്കളയെന്ന് പറയാൻ ഒരു സാധനവും ഒരു ചെറിയൊരു സ്ഥലവും ഉണ്ടായിരുന്ന സമയത്ത് കന്നുകാലിക്കൂടിൻ്റെ പുറകിലും വീടിൻ്റെ വിറകുപരയുടെ സൈഡിലും കോഴി മുട്ടയിടാനിരിക്കുന്ന സ്ഥലത്തും എൻ്റെ അമ്മ കൈ വിരിച്ചു പിടിച്ച് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വരെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എവിടെ നോക്കിയാലും ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളല്ലോ എന്ന്. ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും എന്തിനാ ഈ തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 33 വയസ്സായി എനിക്കറിയാം, ഇന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചത് എൻ്റെ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയായിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായി പറയാൻ പറ്റും, ഒരു അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇടുന്ന വിലയേക്കാൾ വലിയ വിലയുണ്ട് അതിന്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു ആയുധമാണ് അമ്മയുടെ പ്രാർത്ഥന. അമ്മ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ മക്കൾ ഒരിക്കലും വഴിവിട്ടു പോവില്ല. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അത്രയും ശക്തിയാണ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെയും പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ്റെയും വില. പറഞ്ഞേ ഹല്ലേലൂയ.